എൻ്റെ ഇത് കണ്ടില്ലേ, ഇതാണ് പോലും ലോകത്തിലെ ഏറ്റവും വലിയ ഹൈഡ്രോ ഇലക്ട്രിക് പവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം ഡാം. 40 ബില്യൺ ക്യൂബിക് മീറ്റേഴ്സ് വെള്ളമാണ് ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുന്നത്. ഇതുണ്ടാക്കിയിട്ടുള്ളത് $22.5 ബില്യൺ ചിലവാക്കിയിട്ടാണ്. ഇനി ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കറണ്ട് എത്രമാത്രം എന്നറിയണ്ടേ? 88.2 ബില്യൺ കിലോ വാട്ട്. ഇത് എത്രയെന്ന് അറിയണം. ഒരു വർഷത്തിലാണ് ഒരു കണക്ക് വെച്ച് പറയുകയാണെങ്കിൽ, ഒരു അമേരിക്കൻ കണക്കിൽ അമേരിക്കൻ്റെ ഇലക്ട്രിസിറ്റി കൺസപ്ഷനൊക്കെ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ 8 to 10 മില്യൺ വീടുകൾ കറണ്ട് ഉണ്ടാക്കി ഈ ഡാം മതി. ഇന്നും കൂടി കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ചിക്കാഗോ, ലോസ് ആഞ്ചലസ് ഇതെല്ലാം കൂടി ചേർത്താൽ എത്ര ഉണ്ടാവും? ആ മൊത്തം സിറ്റിക്കുള്ള പവർ ഒറ്റ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ഉണ്ടാക്കും. നാസ ഇങ്ങനെ മൊത്തത്തിൽ കണക്കെടുത്തപ്പോൾ ഇങ്ങനത്തെ ഒരു 3 ഡാമുകൾ ഉണ്ടെന്നാണ് പറഞ്ഞത് വലുത്. ഇറ്റ കാരണത്താൽ വെള്ളം ഇങ്ങനെ കായുന്നത്ര കാര്യത്തിൽ ഭൂമിക്ക് കറങ്ങാൻ ഒരു ബുദ്ധിമുട്ടുണ്ടത്. പ്രത്യേകിച്ച് ഈ ഹൂബൈ പ്രോവിൻസിൽ ഉള്ള ഈ വെള്ളത്തിൻ്റെ ഈ മാസ് ഇത് കുറവാണ്. അതായത് ഒരു 0.06 മൈക്രോ സെക്കൻഡ് സ്ലോവേ ആയിട്ടുള്ളൂ. അപ്പോൾ ഭൂമിൻ്റെ കറക്കത്തിനെ ബാധിക്കുന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കുറച്ച് അങ്ങനെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ അത് സയൻറ്റിഫിക്കലി അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ 3 ഡാം എവിടെയെന്നറിയോ? ചൈനയിലാണ്. ഇവർ ഇങ്ങനെ ഡാം വെച്ചിട്ട് ഇങ്ങനെ പവർ ഇലക്ട്രിസിറ്റി ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. മൊത്തത്തിൽ പറഞ്ഞാൽ 2400 മീറ്റേഴ്സ് ലോങ്, 2400 2400 മീറ്റർ നീട്ടം, ഇത് 181 മീറ്റർ ഉയരം, ഇതിന് 22,500 22,500 മെഗാവാട്ട് ഈ ഒറ്റ ഡാം ഉണ്ടാക്കാൻ പറ്റും. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ലാർജസ്റ്റ് പവർ പ്ലാന്റ് ഇൻ ദ വേൾഡ്. അതാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പവറെ കൂടി ഇവരുണ്ടാക്കിയിട്ട് നമ്മളെ നേരിട്ടെടുക്കാൻ മതി.